തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തന്നെ കുറച്ചു സമയം നടക്കാനും ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് അഴാങ്കൽ വാക്ക് വേ. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. കരമനയാറിന്റെ തീരത്തോട് ചേർന്ന് ഇന്ന് കാണുന്ന ഈ അഴാങ്കൽ വാക്ക് വേക്ക് പിന്നിൽ ഒരു വലിയ വികസന പദ്ധതിയുടെ കഥ കൂടിയുണ്ട്. ഈ പ്രദേശത്ത് നേരത്തെയും ഒരു ചെറിയ നടപ്പാതയും വിശ്രമ കേന്ദ്രവും ഉണ്ടായിരുന്നു. പിന്നീട് കരമനയാറിന്റെ തീരപ്രദേശം കൂടുതൽ മനോഹരവും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദവുമാകുന്നതിനായി ഇവിടെ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2024 മാർച്ചിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ വികസന പ്രവർത്തനങ്ങൾ നടന്നത്. ഏകദേശം 15 കോടി രൂപ ചെലവിൽ 2 കിലോമീറ്ററിലധികം നീളത്തിൽ നടപ്പാതയും മറ്റു സൗകര്യങ്ങളും ഒരുക്കി. ഇന്നിവിടെ പ്രഭാത സായാഹ്ന നടത്തത്തിനുള്ള നടപ്പാതയ്ക്ക് പുറമെ വിശ്രമ കേന്ദ്രങ്ങൾ, സോളാർ ലൈറ്റുകൾ, CCTV, പാർക്കിംഗ് സൗകര്യം, കഫറ്റീരിയ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കലാപരിപാടികൾക്കായി ആംഫി തിയേറ്റർ മാതൃകയിലുള്ള ഇടവും കുട്ടികൾക്കും കായിക പ്രേമികൾക്കുമായി വിവിധ സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കരമനയാറിന്റെ തീരത്തുണ്ടായിരുന്ന ഒരു സാധാരണ നടപ്പാത ഇന്ന് നഗരത്തിനുള്ളിലെ ഒരു പ്രധാന റിവർ ഫ്രണ്ട് പബ്ലിക് സ്പേസ് ആയി മാറിയിരിക്കുകയാണ്. വെറുതെ നടക്കാൻ മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം ചെലവഴിക്കാനും പറ്റിയ ഇടമാണിത്. വഴിയുടെ ഇരുവശത്തുമുള്ള പച്ചപ്പും ചുറ്റുമുള്ള കാഴ്ചകളും കൂടാതെ ചെറിയൊരു ചെക്ക് ഡാമും ചേർന്ന് നല്ലൊരു വാക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. തമ്പാനൂരിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നഗരത്തിന്റെ തിരക്കിനിടയിൽ കുറച്ചു സമയം നടക്കാനായി ഒരു ചെറിയ ഇടം തേടുന്നവർക്ക് അഴാങ്കൽ വാക്ക് വേ നല്ലൊരു ഓപ്ഷനാണ്. വാക്ക് വേ മുഴുവനായി ഞങ്ങൾ നടന്നില്ല. പകുതി ദൂരം നടന്ന് വിശ്രമിച്ച ശേഷം ഞങ്ങൾ മടങ്ങി. വാക്ക് വേയിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിള്ളിപ്പാലത്ത് എത്താം. അവിടെ ഫേമസ് ആയ നുങ്ക് ജ്യൂസ് കിട്ടുന്ന ഷോപ്പുണ്ട്. അവിടുത്തെ നുങ്ക് ജ്യൂസിന് അസാധ്യ ടേസ്റ്റ് ആണ്. വാക്ക് വേയിൽ വരുന്നവർക്ക് ഇതും കൂടി ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.